ഇന്ന് നമുക്ക് വാറ്റ് അക്കൗണ്ടിങ് എന്താണ്. വാറ്റ് എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് ടാക്സ് ആണ്. അതൊരു കൺസംഷൻ ബേസ്ഡ് നികുതിയാണ്. ഓക്കെ, സോ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ടൈപ്പ് ഓഫ് വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ട്. ഒന്ന് ഇൻപുട്ടും മറ്റൊന്ന് ഔട്ട്പുട്ടും. അപ്പൊ നമുക്കൊരു ബിസിനസ് നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ, ഒരു അക്കൗണ്ടന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു ബിസിനസ് നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ഈ രണ്ട് വാറ്റിന്റെയും എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതെങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇവിടെ നമ്മളൊരു അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, ഒരു ബിസിനസ്സിൽ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്, നമ്മുടെ സ്ഥാപനം, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഒരു ഏജന്റ് ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് വാറ്റിന്റെ കാര്യത്തിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്കതിൽ ലാഭവും നഷ്ടവും ഉണ്ടാവുന്നില്ല. കാരണം ഒരു ബിസിനസ് വാറ്റ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള, ടാക്സ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്, അവര് വിൽപ്പന നടത്തുമ്പോൾ വാറ്റ് കളക്ട് ചെയ്യുകയും അവര് ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോൾ വാറ്റ് പേയ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ ക്യാഷ് ഇങ്ങോട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്, നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നികുതിയായിട്ടുള്ള എമൗണ്ട് ആണ്. ഇത് രണ്ടും ബിസിനസ്സിന് ഓൺ ചെയ്യാൻ പറ്റില്ല, അവരുടെ ക്യാഷ് അല്ല. നമ്മളൊരു ഏജന്റ് എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഇത് വർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആ വാറ്റ് കളക്ട് ചെയ്തിട്ട്, കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വാറ്റ്, ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം, ഓഫ്സെറ്റ് ചെയ്തിട്ട് അതിന്റെ നെറ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. ഇതേ ട്രീറ്റ്മെന്റ് തന്നെയാണ് GST ക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വാറ്റ് മെയിൻലി GCC രാഷ്ട്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രതിഭാസമാണ്. അപ്പം GST പോലെ തന്നെ GST സെയിം ഇമ്പാക്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഇൻപുട്ട് വാറ്റ്, എന്താണ് ഔട്ട്പുട്ട് വാറ്റ്. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു, സെയിൽസും പർച്ചേസും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ടേംസ്, ഈ വാറ്റ് വരുന്നത്. അപ്പോ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. എങ്ങനെ? ഗുഡ്സോ സർവീസസോ പുറത്തേക്ക് പോകുമ്പോൾ, ഗോയിങ് ഔട്ട്, ഓക്കെ, നമ്മുടെ ഇൻവെന്ററിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ സർവീസ് ചെയ്യുന്ന നമ്മുടെ പ്രോഡക്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ അതിനെ ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറയും. ഓക്കെ, സോ ഗുഡ്സ് ഓർ സർവീസ് ആർ ഗോയിങ് ഔട്ട് ആണെങ്കിൽ അതിനെ ഔട്ട്പുട്ട് വാറ്റ് പറയും. അത് സെയിൽസ് ആണ്. നമ്മൾ സർവീസോ പുറത്തേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുമ്പോൾ ആണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ടേമാണ് ഔട്ട്പുട്ട് വാറ്റ്. ഓക്കെ, അതുപോലെ ഗുഡ്സോ സർവീസോ കമ്മിങ് ഇൻ ആണെങ്കിൽ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഗുഡ്സോ സർവീസോ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നത്, കമ്മിങ് ഇൻ, അതിന് ആ സമയത്ത് ഉപയോഗിക്കുന്ന ടാക്സ് ആണ് ഇൻപുട്ട് വാറ്റ്. സോ സെയിൽസില് ഔട്ട്പുട്ട് വാറ്റും പർച്ചേസിൽ ഇൻപുട്ട് വാറ്റും. ഓക്കെ, ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വരുന്നത്, ഔട്ട്പുട്ട് വാറ്റ് ഒരു കറന്റ് ലയബിലിറ്റി ആണ്. എന്തുകൊണ്ടാണ് കറന്റ് ലയബിലിറ്റി? കാരണം നമ്മൾ ഇമ്മീഡിയറ്റ്ലി പേയബിൾ ആണ് വിത്തിൻ 2-3 months. ഓക്കെ, അപ്പൊ കറന്റ് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, അടുത്ത 12 മാസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു ലയബിലിറ്റി കൊടുത്തു തീർക്കാനുള്ളതാണെങ്കിൽ അതെന്താണ്, അത് കറന്റ് ആണ്. സോ ബാലൻസ് ഷീറ്റില് കറന്റ് ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് സ്റ്റാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ ക്രിയേറ്റ് ചെയ്തില്ല. ഓക്കെ, ഔട്ട്പുട്ട് വാറ്റ് കറന്റ് ലയബിലിറ്റി. പിന്നെ വരുന്നത് ഇൻപുട്ട് വാറ്റ് ആണ്. ഈ ഔട്ട്പുട്ട് വാറ്റ് നമ്മൾ പറഞ്ഞപ്പോൾ, ഔട്ട്പുട്ട് വാറ്റ് പറയുമ്പോൾ നമ്മൾ സെല്ല് ചെയ്തപ്പോൾ നമ്മൾ കസ്റ്റമറുടെ അടുത്തുനിന്ന് റിസീവ് ചെയ്ത 5% അല്ലെങ്കിൽ
7% അല്ലെങ്കിൽ 10%, ഓക്കെ, ഇപ്പൊ സൗദിയിലൊക്കെ 15%, ആ ഒരു രൂപത്തിൽ വരുമ്പോ നമ്മൾ ആ എമൗണ്ട് നമ്മൾ വാങ്ങി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു ലയബിലിറ്റി ആയി മാറുന്നത്. അത് നാളെ തന്നെ കൊടുക്കണം, നാളെ അല്ലെങ്കിൽ 2-3 months കൊണ്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കൊരു ലയബിലിറ്റി ആയി മാറുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മളത് റിസീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പേ ചെയ്തിട്ടില്ല, പേ ചെയ്യുന്നത് വരെ അത് കറന്റ് ലയബിലിറ്റി ആയിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണും. അതുപോലെ ഇൻപുട്ട് വാറ്റ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, നമ്മൾ ബിസിനസിന് വേണ്ടി പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ ഒരു പോർഷൻ ഓഫ് എമൗണ്ട് വാറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി കൊടുത്ത എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കാണിക്കേണ്ടത് കറന്റ് അസറ്റ് ആയിട്ടാണ്. കാരണം അതൊരു പ്രീപെയ്ഡ് ആയിട്ടാണ്. കാരണം നമ്മൾ അഡ്വാൻസ് ആയിട്ട് ടാക്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി കളക്ട് ചെയ്യണം. കളക്ട് ചെയ്യുന്നത് വരെ നമ്മുടെ കറന്റ് അസറ്റില് അവർ ഐറ്റം ഇൻപുട്ട് വാറ്റ് ആണ്. അപ്പൊ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് വാറ്റും ഇൻപുട്ട് വാറ്റും തമ്മിലൊരു ഡിഫറൻസ് ആണ്. ഓക്കെ, നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും വേറെ വേറെ അല്ല പേയ്മെന്റ് ചെയ്യുക. അതാണ് നമ്മൾ വാറ്റ് റിട്ടേൺ എന്നുള്ള ഒരു ടോപ്പിക് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ജനറലി ഞാൻ പറയുന്നു മാത്രം. ഔട്ട്പുട്ട് വാറ്റും ഇൻപുട്ട് വാറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ വാറ്റ് റിട്ടേൺ ആയി പ്രിപ്പയർ ചെയ്ത് ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത്. അതും UAE-യിലാണെങ്കിൽ FTA, സൗദിയിലാണെങ്കിൽ സകാത്ത് അതോറിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗവൺമെന്റ് അതോറിറ്റികൾക്ക് പേയ്മെന്റ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒരു വാറ്റ് റിട്ടേൺ ആയിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത് ഒന്നുകിൽ ഔട്ട്പുട്ട് വാറ്റ് മൈനസ് ഇൻപുട്ട് വാറ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻപുട്ട് വാറ്റ് കൂടുതലാണെങ്കിൽ ഇൻപുട്ട് വാറ്റ് മൈനസ് ഔട്ട്പുട്ട് വാറ്റ്. സോ അതാണ് വാറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ടേംസ്. ഇനി ഇതിന്റെ ഒരു 1-2 എക്സാമ്പിൾ, ഒരു പർച്ചേസും ഒരു സെയിൽസും അതെങ്ങനെയാണ് ഓക്കെ ജനറലി അത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ഒരു സെയിൽസിന്റെ എക്സാമ്പിൾ ആണ്. സോൾഡ് ഗുഡ്സ് AED 120,000 പ്ലസ് വാറ്റ് ടു ബ്രൈറ്റ് ഓഫീസ് സപ്ലൈസ്. സോ നമ്മളിവിടെ ഒരു സെയിൽസ് നടത്തി. AED എന്ന് പറയുമ്പോൾ പറയാം അത് UAE ആണ്. UAE-യില് സ്റ്റാൻഡേർഡ് വാറ്റ് എന്ന് പറയുന്നത് 5% ആണ്. ഓക്കെ, സോ UAE-യിലെ ഒരു കമ്പനി 120,000 ദിർഹംസിന് ഓക്കെ പ്ലസ് വാറ്റ് വെച്ചിട്ട് അവർക്ക് വിറ്റതാണ്. ഇവർക്കാണ് വിറ്റത്. ബ്രൈറ്റ് ഓഫീസ് സപ്ലൈസ് എന്നുള്ള കസ്റ്റമർക്കാണ് നമ്മൾ സെയിൽസ് നടത്തിയിട്ടുള്ളത്, വിൽപ്പന നടത്തിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമുക്കത് നോർമൽ നമുക്ക് സെയിൽസിന് വേണ്ടി നമുക്ക് ഓൾറെഡി അറിയാം. അത് നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ അല്ലെങ്കിൽ ഏതാണോ കസ്റ്റമർ, ആ കസ്റ്റമറെ ഡെബിറ്റ് ചെയ്തിട്ട് സെയിൽസ് ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ വാറ്റും കൂടെ ഉൾപ്പെട്ട എമൗണ്ട് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് കിട്ടേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 120,000 പ്ലസ് 5% ഓഫ് 120,000 വിച്ച് ഈസ് 126,000 നമുക്ക് എന്ത് ചെയ്യണം, കസ്റ്റമർ പേ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ആ കസ്റ്റമറുടെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള ഗുഡ്സ് എത്രയാണോ കസ്റ്റമറിൽ പോകുന്നത്, നമ്മൾ ആക്ച്വൽ റവന്യൂ ഓക്കെ ആക്ച്വൽ ഇൻകം മാത്രം സെയിൽസിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. അത് മാത്രമേ നമുക്ക് ഇൻകം ആയിട്ടുള്ളൂ. ഈ 6,000 നമ്മുടെ ഇൻകം അല്ല, ഇത് പേബിൾ ടു ഗവൺമെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സെയിൽസിന്റെ സമയത്ത് ഗുഡ്സ് ഗോയിങ് ഔട്ട് ആയതുകൊണ്ട് ഔട്ട്പുട്ട് വാറ്റ് എന്നുള്ള അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും 6,000. ഇതാണ് 5%, a portion of 120,000, which is 5% of 120,000, that is 6,000. Okay, so നമ്മൾ വാറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് കസ്റ്റമറെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ആക്ച്വൽ ഗുഡ്സോ സർവീസസോ അതിന്റെ വാല്യൂ നമ്മൾ നമ്മുടെ ഇൻകം ആയിട്ട് എന്ത് ചെയ്യുന്നു, ബുക്ക് ചെയ്യുന്നു 120,000. ദെൻ ഔട്ട്പുട്ട് വാറ്റ് എന്നുള്ള അക്കൗണ്ടിലേക്ക് ഇത് കറന്റ് അസറ്റിൽ, ഞാൻ പറഞ്ഞു കറന്റ് അസറ്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, 6,000 ക്രെഡിറ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു എൻട്രി ചെയ്യുന്നതോടുകൂടി ഇതായി ഇവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റ് നമ്മളൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മളിവിടെ ഓൾറെഡി 126,000 കിട്ടാനുള്ളതായിട്ട് കാണിച്ചു. ഇത് എന്താണ്, നമുക്ക് നമ്മുടെ ഐറ്റംസിന്റെ വില 1,20,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിന്റെ വില പ്ലസ്
6000 എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ആ 6000 എക്സ്ട്രാ നമ്മൾ കിട്ടുന്നതായി കാണിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു ബാലൻസ് ഷീറ്റില്. 6000 അത് പേയബിൾ ടു ദ ഗവൺമെന്റ് ആയിട്ടാണ് അവിടെ ഔട്ട്പുട്ട് വാറ്റിൽ കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു സെയിൽസിന്റെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വാറ്റിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ഇൻപുട്ട് വാറ്റിന്റെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ പറഞ്ഞു ഇൻപുട്ട് വാറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ്, അതായത് ഗുഡ്സ് ഓർ സർവീസസ് കമ്മിങ് ഇൻ ടു ദ ബിസിനസ് ടൈമിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻപുട്ട് വാറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ പർച്ചേസ് ഗുഡ്സ് വർത്ത് റുപ്പീസ് AED 30,000. ഓക്കെ, ഗുഡ്സ് വർത്ത് AED 130,000 പ്ലസ് വാറ്റ് ഫ്രം ഓഫീസ് പ്രോ LLC. സോ ഇവിടെ നമ്മള് നോർമലി ഇത് UAE ബിസിനസിനാണ്. AED 60 മില്യൺ ദിർഹംസ് ആണ്. 1,30,000 പ്ലസ് വാറ്റ്. സോ 1,30,000 സ്റ്റാൻഡേർഡ് 5% വാറ്റ് ആണ് ഇത് പിന്നെ UAE-ലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ 1,30,000 പ്ലസ് 5% നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, ഇതൊരു ക്രെഡിറ്റ് പർച്ചേസ് ആണ്, ക്യാഷിനല്ല എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കൊരു ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഓഫീസ് പ്രോ LLC എന്നുള്ളതാണ് സപ്ലയറുടെ പേര്. സപ്ലൈ ചെയ്യുന്ന നമ്മുടെ വെണ്ടറുടെ പേര് ഓഫീസ് പ്രോ LLC ആണ്. സോ അവര് നമുക്ക് ഗുഡ്സ് വർത്ത് റുപ്പീസ് 1,30,000 തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ 1,30,000 കൂടെ ഒരു 5% വാറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. കാരണം 1,30,000 കൊടുത്താൽ UAE-ല് 1,30,000 ഗുഡ്സ് വാങ്ങുമ്പോൾ 1,30,000 കൊടുത്താൽ അവർ സമ്മതിക്കില്ല. അതിന്റെ കൂടെ 5% വാറ്റും കൂടെ കൊടുക്കണം, നിർബന്ധമാണ്. സോ അവര് നമുക്ക് ഇൻവോയ്സ് തരും 1,36,500. 1,30,000 ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്ലസ് 5% വാറ്റ്. സോ ആ അക്കൗണ്ട് നമ്മളുടെ ബുക്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ബിക്കോസ് ഓഫീസ് പ്രോ LLC is one of our supplier. Then ആക്ച്വൽ എമൗണ്ട് നമ്മുടെ എത്രയാണോ ആക്ച്വൽ ആയിട്ടുള്ള ഗുഡ്സ് നമ്മുടെ ഇൻവെന്ററിയിലേക്കോ സ്റ്റോറിലേക്കോ വന്നത്, അതിന്റെ വാല്യൂ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസസ് അല്ലെങ്കിൽ ഇൻവെന്ററിയിൽ ഡെബിറ്റ് ചെയ്യണം. ആക്ച്വൽ എമൗണ്ട് മാത്രം, വാറ്റ് എക്സ്ക്ലൂഡഡ് ആണ്, വാറ്റ് ഇൻക്ലൂഡ് അല്ല അവിടെ. പിന്നെ അടുത്തത് ഇത് ഇൻപുട്ട് വാറ്റ് 5% നമ്മൾ പറഞ്ഞു. പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് ഓർ സർവീസസ് കമ്മിങ് ഇൻ ആണ്. അപ്പൊ നമ്മൾ ഇൻപുട്ട് വാറ്റ് എന്നുള്ള അക്കൗണ്ടിൽ നമ്മൾ ആ എമൗണ്ട് പാർക്ക് ചെയ്യണം. കാരണം നമ്മളിവിടെ 1,30,000 കൂടെ ഒരു 6,500 എന്ത് ചെയ്തു, എക്സ്ട്രാ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്, അത് വാറ്റ് പോർഷൻ ആണ്, നികുതിയാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ ഇൻപുട്ട് വാറ്റിലേക്ക് എന്ത് ചെയ്തു, പാർക്ക് ചെയ്തു. ഈ ഒരു അക്കൗണ്ട് വരുന്നത് കറന്റ് അസറ്റിലാണ്. ഓക്കെ, ബിക്കോസ് കറന്റ് അസറ്റിൽ വരാൻ കാരണം എന്താ, നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഓൾറെഡി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഒരു ലയബിലിറ്റി നമ്മൾ ഓൾറെഡി നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചു കഴിഞ്ഞു. ഓക്കെ, 6,500 അധികം കാണിച്ചു കഴിഞ്ഞു. 1,30 കാണിക്കേണ്ട ലയബിലിറ്റി 1,36,500 എന്ത് ചെയ്തു, ലയബിലിറ്റി ആയി കാണിച്ചു കഴിഞ്ഞത് കൊണ്ട് അതിന്റെ 6,500 എന്നുള്ള പോർഷൻ നമ്മളൊരു കറന്റ് അസറ്റ് ആയിട്ട് കാണിച്ച് അത് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻപുട്ട് വാറ്റും ഔട്ട്പുട്ട് വാറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കണം നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഔട്ട്പുട്ട് വാറ്റും ഇൻപുട്ട് വാറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതാണ് ശരിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാറ്റ് റിട്ടേൺ എന്ന് പറയുന്നത്. വാറ്റ് റിട്ടേൺ സബ്മിഷന് 1-2 ഇൻവോയ്സുകളാകില്ല. ഓക്കെ, 100 കണക്കിന് 1000 കണക്കിന് ഇൻവോയ്സുകളുള്ള കമ്പനികളുണ്ട്. അപ്പോൾ അതുപോലുള്ള എക്സാമ്പിളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ജനറലി ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വാറ്റിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വാറ്റ്, അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, അതിന്റെ ബാലൻസ് ഷീറ്റിൽ അതിന്റെ ഒരു 2 വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 എൻട്രീസ്. അപ്പോൾ ഇത് പിന്നെ നമുക്ക് ജനറൽ ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ ഈ 2 എക്സാമ്പിൾസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബേസിക് ടേംസും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.